ഹെലികോപ്റ്റർ വിവാദത്തിൽ കുത്തിത്തിരിപ്പിന് ശ്രമിച്ച റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളുടെ വായടപ്പിച്ചിരിക്കുകയാണ് മന്ത്രി കെ മുരളീധരൻ. വിഷയം UDFന് മാനക്കേടായെന്നും അതിന്റെ പേരിൽ VD സതീശനെ മറ്റ് മന്ത്രിമാർ ഒറ്റപ്പെടുത്തുമെന്നുമായിരുന്നു ചാനലുകളുടെ ധാരണ. എന്നാൽ ഇവിടെ മന്ത്രിമാരും UDF ഘടകകക്ഷി നേതാക്കളും സതീശന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് മന്ത്രി മുരളീധരന്റെ പ്രസ്താവന. മുഖ്യമന്ത്രി VD സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് മുരളീധരൻ ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്രകൾ നടത്തിയത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നുവെന്നും മുരളി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാറിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വൈകുന്ന സാഹചര്യങ്ങളിലാണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്ത് തെറ്റാണുള്ളതെന്നും മുരളീധരൻ ചോദിച്ചു. മുൻ സർക്കാർ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ തങ്ങൾ പരാതിപ്പെട്ടിട്ടില്ലെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് മുഖ്യമന്ത്രി VD സതീശൻ ഉപയോഗിച്ചുവെന്ന് മുൻ മന്ത്രി MP രാജേഷാണ് ആക്ഷേപം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹെലികോപ്റ്റർ ദൂർത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സതീശൻ നടത്തിയ ആരോപണങ്ങളാണ് വിമർശനങ്ങൾക്ക് കാരണം. ഇത് ചൂണ്ടിക്കാട്ടി UDFൽ കലാപാഹ്വാനം നടത്തുകയാണ് ഇടതുപക്ഷ ചാനലുകൾ. മന്ത്രി മുരളി കോൺഗ്രസ് മന്ത്രിമാരിൽ രണ്ടാമനാണ്. മുരളി പിന്തുണ നൽകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോൺഗ്രസ് പിന്നിലുണ്ടെന്നാണ്. ഇത് VD സതീശന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ വാക്കുകൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. മെഡിക്കൽ സംവിധാനം സജ്ജമാണ്. എല്ലാ സ്ഥലത്തും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും മെഡിക്കൽ സംഘത്തിന് അയക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ DMOമാരുമായിട്ട് ഓൺലൈനിൽ DHS സംസാരിച്ചിരുന്നു. മരുന്നുകൾ, ആവശ്യത്തിനുള്ള മരുന്നുകളും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ കുറെ കൂടെ ജാഗ്രത പുലർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിജിലൻ്റാണ്. കാര്യങ്ങളൊക്കെ അതാ സമയത്ത് തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഫീൽഡിലുണ്ട്. അതുപോലെ ഫോഗിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്താനും അതുപോലെ ഡ്രൈ ഡേ ഉൾപ്പെടെ കുറെ കൂടെ ശക്തമാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, അവർക്ക് ആവശ്യമുള്ള മരുന്ന്, ചികിത്സ വേണ്ടവർക്ക് ചികിത്സ എത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് നിർവഹിക്കുന്നത്. മറ്റൊരു വിഷയം, ഈ സുഗതനുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മണ്ഡലത്തിലാണല്ലോ ഇങ്ങനൊരു റിപ്പോർട്ട്, അതായത് ചോദിച്ചതിനപ്പുറത്തുള്ള മറുപടി ആഭ്യന്തര വകുപ്പ് നൽകി. അത് ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. മന്ത്രി അറിയാതെ റിപ്പോർട്ട് കൊടുത്തതിനെക്കുറിച്ച് മന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുണ്ടല്ലോ. പഴയ സർക്കാരിൻ്റെ അവശിഷ്ടങ്ങൾ ഇനി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ അറിഞ്ഞ് നീക്കം ചെയ്യും. സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവരെ പൂർണ്ണമായി സംരക്ഷിക്കും. എൻ്റെ ഇപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാരും ഇല്ല. ഉള്ള 1-2 പേരെ ഒന്ന് കസാല മാറ്റി ഇരുത്തിയിട്ട് ബാക്കിയൊരു കുഴപ്പമില്ല. അല്ല, ഇന്നലെ ആ സ്ഥലം പരിശോധിക്കാൻ വേണ്ടി DMEയും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്ഥലം വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം അതായത് പ്രപ്പോസലുള്ള സ്ഥലങ്ങളൊക്കെ അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈക്കത്ത് വിസിറ്റ് ചെയ്തത്. അങ്ങനെ ഇല്ല, അങ്ങനെ പ്രഥമ പരിഗണന ഇല്ല. സർക്കാർ ഈ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് കേന്ദ്രത്തിന് കൊടുക്കും. അവരാണ് ഇക്കാര്യത്തിൽ സൈറ്റ് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ്, വലിയ വിമർശനമാണ് പ്രതിപക്ഷം. ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന എന്താ കുഴപ്പം? മുമ്പ് മുഖ്യമന്ത്രിമാർ കയറിയിട്ടല്ല. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് കെ കരുണാകരനാണ്. പിന്നെന്താ കുഴപ്പം? പക്ഷേ കഴിഞ്ഞ സർക്കാരിന് വിമർശിച്ച കാര്യമാണ്. ഇല്ല ഇല്ല, അല്ല, പിന്നെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്.